ഹലോ ഹായ്, ഞാൻ നിങ്ങളിന്ന് സൂപ്പർ ഒരു ചാമ്പ പരിചയപ്പെടുത്തിയ ഒരു തായ്ലൻഡ് വെറൈറ്റിയാണ്. ഇനി ഉമ്മർ ചാമ്പ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീഡ്ലെസ് ചാമ്പയാണ്. ഇതിൻ്റെ അകത്ത് ഒരു കുരു പോലുമില്ല, ഫുള്ള് കഴിക്കാൻ പറ്റുന്നതാണ്. അതിനൊക്കെ തന്നെ നല്ല മധുരമുള്ള സൂപ്പർ ഒരു ചാമ്പ വെറൈറ്റിയാണ് ഉമ്മർ ചാമ്പ എന്ന തായ്ലൻഡ് ഈ ചാമ്പ. ഇത് എൻ്റെ ലെയർ തൈ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കൊല്ലം അല്ലെങ്കിൽ ഒരു 2ാം കൊല്ലം മുതൽ തന്നെ ഇത് കായ്ഫലം കിട്ടിത്തുടങ്ങും. നടുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തായിട്ട് വയ്ക്കുക. അതിലൊക്കെ തന്നെ ആദ്യം ജൈവവളവും രാസവളവും ഒക്കെ മിതമായ രീതിയിൽ കൊടുത്താൽ മതി. നന കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം ലെയർ തയ്യാണെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ 2ാം കൊല്ലം തന്നെ ഇത് കണക്ക് പൂത്തു തുടങ്ങും. ആദ്യത്തെ കൊല്ലമൊക്കെ കുറച്ച് കാ കുറവായിരിക്കും. പിന്നീട് അങ്ങോട്ട് കുലുകുത്തി കായ്ക്കുന്ന ഒന്നാണ് ഈ തായ്ലൻഡ് വെറൈറ്റിയായ ഉമ്മർ ചാമ്പ എന്നുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിടിലം ടേസ്റ്റും കൂടിയാണ് ഇതിനുള്ളത്. ഇതിന് പിന്നീട് നല്ല അല്പം പുഴുശല്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നല്ല മധുരമാണ് ഇതിന്. അതുകൊണ്ട് ഇതിനൊക്കെ നെറ്റ് കവർ ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് വാങ്ങിയൊന്ന് ഇടുകയാണെങ്കിൽ അങ്ങനെയൊന്നും വരില്ല. സാധാ മഴ സീസണിലാണ് അല്പം പുഴുശല്യം കാണുന്നത്. സാധാ വെയിലുള്ളപ്പോഴൊന്നും അങ്ങനെ അത്രയും പുഴുശല്യമില്ല. എങ്കിലും ഇതിനൊക്കെ നെറ്റ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പുഴുക്കുത്ത് പോലും ഇല്ലാത്ത നല്ല സൂപ്പർ ചാമ്പയ്ക്കൽ കിട്ടും. നല്ല കുലുത്തി കായ്ക്കുന്ന ഒന്നാണ് ഈ ചാമ്പ എന്നുള്ളത്. അതിനൊക്കെ തന്നെ നല്ല പഴുത്ത് വരുമ്പോൾ ജലസേചനമൊക്കെ അല്പം ഒന്ന് കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മധുരത്തെ അത് ബാധിക്കും. നല്ല രീതിയിൽ പൂത്തൊക്കെ നിൽക്കുമ്പോൾ അത്യാവശ്യം വെള്ളം കൊടുക്കാം. പിന്നീട് പാകമായി വരുമ്പോഴത്തേക്ക് നിങ്ങൾ ജലസേചനമൊക്കെ അല്പം ചെറുതായിട്ടൊന്ന് കുറയ്ക്കണം. എന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും ഒഴിക്കാതിരിക്കുകയും ചെയ്യില്ല. അങ്ങനെ ചാമ്പയ്ക്ക് ചിലപ്പം പൊഴിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. ഒരു 1-2 ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് പിന്നീട് കാണുന്നത് പുഴുശല്യം ഈ ഇലയിലൊക്കെ വരാറുണ്ട്. അതിനെന്തെങ്കിലും ഒരു വേപ്പെണ്ണ മെഷീനോ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇല മൊത്തം അല്ലെങ്കിൽ പുഴു തിന്നു പോവും. ഇലയ്ക്കൊക്കെ ഒരു ചെറിയ മധുരം ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ പുഴുശല്യം കൂടുതലായിട്ട് കാണുന്നത്. ഞാനിപ്പോൾ ഇത് നെറ്റിട്ട് നിർത്തിയത്. ഇതിപ്പം പഴുത്ത് തുടങ്ങിയില്ല, പഴുത്ത് തുടങ്ങി വരുന്നതേ ഉള്ളൂ. എങ്കിലും ഈ ഒരു പരുവാകുമ്പോൾ മുതൽ തന്നെ ഇതിന് നല്ല മധുരമൊക്കെയാണ്. ഇതിനൊക്കെ നെറ്റിട്ട് എടുത്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു കിളികളോ ഒന്നും കൊത്തിക്കൊണ്ട് പോകത്തില്ല. നല്ല മധുരം ഉണ്ടായതുകൊണ്ട് എല്ലാ കിളികൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കാനും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ട്. സാധാ ചാമ്പക്കയിലായിട്ടും ഇരട്ടി വലിപ്പം ഇതിനുണ്ട്. ഇതിപ്പോൾ പഴുത്ത് തുടങ്ങിയതേ ഉള്ളൂ. നല്ല കണക്ക് പഴുക്കുമ്പോൾ ഇത് ഫുള്ള് റെഡിലോട്ട് വരും. ഞാൻ നിങ്ങളെ എന്തായാലും ഒന്നുകൂടെ ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് നെറ്റിട്ട് നിർത്തിയിരുന്നതാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഇതിനൊക്കെ മുകളിൽ നിന്ന് ചുവപ്പ് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വന്ന് തുടങ്ങിയതേ ഉള്ളൂ. ഇനി ആ താഴത്തെ വൈറ്റും കൂടി ചുവപ്പാകും. അപ്പോൾ ഇത്തിരിയും കൂടി ഒന്ന് വലിപ്പം വയ്ക്കുക. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നതാണ് ഈ ഉമ്മർ ചാമ്പ എന്നുള്ളത്. ഇത് കട്ട് ചെയ്യുമ്പോഴത്തേനകത്ത് ഇതേ കണക്കാണ് ഇരിക്കുന്നത്. ഒരു കുരു പോലുമില്ല. ആ കറുത്തായിട്ട് കാണുന്നതൊന്നും കുരുവൊന്നുമല്ല. ഇതിനൊക്കെ എല്ലാ ചാമ്പയും ഇതിനൊക്കെ സീഡ്ലെസ് ആയിരിക്കും. നല്ല മധുരവും അതിനൊക്കെ തന്നെ കറുമുറാന്നിരിക്കും കടിച്ച് തിന്നാനൊക്കെ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു വെറൈറ്റിയാണ് ഈ തായ്ലൻഡ് വെറൈറ്റിയായ ഉമ്മർ ചാമ്പ എന്നുള്ളത്. നിങ്ങളെല്ലാവരും ഇതിൻ്റെ തൈ കിട്ടും തീർച്ചയായും നിങ്ങളുടെ ഗാർഡനിൽ ധൈര്യമായിട്ട് ഇത് ഉൾപ്പെടുത്തണം. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതിനൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.